വീട് നിർമ്മിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണല്ലേ ആ വീടിൻ്റെ ഉള്ളിലെ വെളിച്ചം. അപ്പോൾ ഒരു വീടിനുള്ളിൽ ആവശ്യത്തിന് വെളിച്ചമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ആർക്കിടെക്റ്റിൻ്റെ ജോലിയാണ്. നല്ലപോലെ നാച്ചുറൽ ലൈറ്റിംഗ് ഉള്ള വീടുകളുടെ ഇൻറ്റീരിയറിന് ഒരു പ്രത്യേക ഭംഗിയും പോസിറ്റീവ് എനർജിയും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ലൈറ്റിംഗ് നല്ലപോലെ ഇൻറ്റീരിയറിലേക്ക് എത്തുന്നത് വഴി ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കാം, ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കാൻ കഴിയും, ഓവറോൾ ആ സ്പേസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുമല്ലേ. അതുപോലെ തന്നെ നല്ലപോലെ നാച്ചുറൽ ലൈറ്റുള്ള ഉള്ളിലെത്തുകയാണെങ്കിൽ നമുക്ക് ആ റൂം കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെ ഒട്ടേറെ ഗുണങ്ങളുണ്ട് നമ്മൾ നാച്ചുറൽ ലൈറ്റിംഗ് കൊടുക്കുന്നത് വഴി. നമുക്ക് ഇൻറ്റീരിയറിലേക്ക് ഇങ്ങനെ നാച്ചുറൽ ലൈറ്റ് എത്തിക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ ആർക്കിടെക്ട് ജാനി സോണി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ എവിടെയെല്ലാം എങ്ങനെയെല്ലാം ഡേ ലൈറ്റിംഗ് കൊടുക്കണം എന്ന കാര്യത്തിൽ നമ്മളൊരു ധാരണ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഡേ ലൈറ്റിംഗ് നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം. ഒന്ന് ടോപ്പ് ലൈറ്റിങ്, അതായത് പെർഗോളയൊക്കെ പോലെ സീലിങ്ങിൽ നിന്ന് ഓപ്പണിങ് കൊടുത്ത് ഡേ ലൈറ്റിംഗ് കൊടുക്കുന്ന രീതി. രണ്ടാമത് സൈഡ് ലൈറ്റിങ്, അതായത് നമ്മുടെ സൈഡ്സിൽ അതിൽ വാളിലൊക്കെ വിൻഡോസും ഡോറും പോലെയുള്ള ഓപ്പണിങ് വഴി ഡേ ലൈറ്റിംഗ് കൊടുക്കുന്ന രീതി. അപ്പോൾ ടോപ്പ് ലൈറ്റിംഗ് തന്നെ പല രീതിയിൽ നമുക്ക് കൊടുക്കാം. ഒന്നാമതായിട്ട് സ്കൈലൈറ്റ്. കെട്ടിടത്തിനകത്തേക്ക് വെളിച്ചം കിടത്തി വിടാനായിട്ട് റൂഫിൽ ഓപ്പണിങ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സ്കൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം വെളിച്ചം ഉള്ളിലേക്ക് കിടത്തി വിടുന്നതിനോടൊപ്പം തന്നെ ഉള്ളിലെ ചൂടുവായു പുറത്തേക്ക് പുറന്തള്ളാനും ഇത് നമ്മളെ സഹായിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്കൈലൈറ്റിന് വേണ്ടി കട്ടൗട്ട് റൂഫിൽ കൊടുക്കുമ്പോൾ പിന്നീട് നമ്മളത് ക്ലോസ് ചെയ്യല്ലേ. ആദ്യം ഗ്രില്ല് വെച്ച് കവർ ചെയ്യും, അതിനുശേഷം ടഫൻ ഗ്ലാസ് ഇടും. അപ്പോൾ ഇങ്ങനെ ടഫൻ ഗ്ലാസ് ഇടുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളത് ക്ലോസ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഈ ചൂടുവായു പുറത്തേക്ക് പോവുകയുള്ളൂ. മുൻപ് വെന്റിലേഷൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ ഡബിൾ ഹൈറ്റ് സ്പേസിൽ സ്കൈലൈറ്റ് കൊടുക്കുകയാണ് അത് കുറച്ചുകൂടി എഫക്റ്റീവാണ്. അതായത് നമ്മുടെ പഴയ നാലുകെട്ടുകളിലെയൊക്കെ കോർട്ട്യാർഡിൻ്റെ ആ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ നമുക്ക് ഇതുവഴി സാധിക്കും. ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ എവിടെയെല്ലാം സ്കൈലൈറ്റ് കൊടുക്കണം എന്ന കാര്യത്തിൽ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് തീരെ വെളിച്ചം കുറവുള്ള ഇടങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അവിടെ മാത്രം സ്കൈലൈറ്റിങ് കൊടുക്കാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. എവിടെയെല്ലാം സ്കൈലൈറ്റിങ് വേണം അല്ലെങ്കിൽ എവിടെയെല്ലാം പാടില്ല എന്ന കാര്യത്തിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടല്ലേ. തീരെ വെളിച്ചം അകത്തേക്ക് കിടക്കാൻ സാധ്യതയില്ലാത്ത ഇടങ്ങളിലാണ് നമ്മൾ സ്കൈലൈറ്റിങ് കൊടുക്കേണ്ടത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റെയർ കേസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു കോർട്ട്യാർഡിൻ്റെ മുകളിൽ, അതായത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കണമെങ്കിൽ നല്ല വെളിച്ചം വേണമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ, അല്ലെങ്കിൽ ഇനി വിൻഡോസൊക്കെ തീരെ കുറവുള്ള ഇടങ്ങളിൽ, അതായത് വെളിച്ചം തീരെ ഇല്ലാത്ത ഇടങ്ങളിൽ, അങ്ങനെയുള്ളിടത്താണ് നമ്മൾ സ്കൈലൈറ്റിങ് കൊടുക്കേണ്ടത്. സ്കൈലൈറ്റ് നമുക്ക് പല ഷേപ്പിലും സൈസിലും കൊടുക്കാനായിട്ട് സാധിക്കുമല്ലേ. അപ്പോൾ ഈ സ്കൈലൈറ്റ് എന്ന് പറയുന്നത് പുതിയൊരു കോൺസെപ്റ്റ് ഒന്നുമല്ല. ഒരു AD 2nd സെഞ്ച്വറിയിൽ വെസ്റ്റേൺ ആർക്കിടെക്ചറിൽ ഇത് യൂസ് ചെയ്ത് പോന്നിരുന്നു. എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ പാന്തിയോണിൻ്റെ ആ കോഫേർഡ് ഡോമിൻ്റെ സെൻറ്ററിൽ ഒരു വലിയൊരു സർക്കുലാർ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. അതായത് 30 feet ഡയമീറ്റർ വരുന്ന ഒരു സർക്കുലാർ സ്കൈലൈറ്റ് ആയിരുന്നു അത്. ഒക്യുലസ് എന്നായിരുന്നു അതിന് വിളിച്ചിരുന്നത്. അപ്പോൾ പിന്നീട് ഒരുപാട് ബിൽഡിങ്സിൽ സ്കൈലൈറ്റുകൾ കൊടുക്കാനായിട്ട് തുടങ്ങി. നമ്മുടെ ഗോതിക് ചർച്ചസിലൊക്കെ വരുന്ന റോസ് വിൻഡോയും ഇതിൻ്റെ വേറെ ഒരു വേർഷനാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സർക്കുലാർ സ്കൈലൈറ്റുകൾ കൊടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്ത് നിർമ്മിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്കൊരു റൂഫിൽ നിന്ന് ഒരു 30 to 70 സെൻറ്റിമീറ്റർ റൈസ് ചെയ്ത് വരെ നമുക്ക് സ്കൈലൈറ്റ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് സ്കൈലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ഒന്നുകൂടി കൂട്ടാനായിട്ട് സഹായിക്കും. സർക്കുലാർ സ്കൈലൈറ്റുകൾ കഴിഞ്ഞു ഇനി അടുത്തത് റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്ഡ് സ്കൈലൈറ്റ്സ്. നമ്മുടെ പഴയ നാലുകെട്ടുകളിലൊക്കെ കണ്ടിരുന്നത് പോലെ റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ വരുന്ന സ്കൈലൈറ്റുകളാണിവ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഒരു 10 സെൻറ്റിമീറ്റർ കനത്തിൽ കോൺക്രീറ്റ് പർഗോളകൾ നിർമ്മിക്കുക, അതിനുശേഷം ഗ്ലാസ് ഇട്ട് കവർ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ട്രസ് വർക്ക് ചെയ്യാം. ട്രസ് വർക്ക് ചെയ്തിട്ട്, അതായത് ഫാബ്രിക്കേറ്റ് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ട്രസ് വർക്ക് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ടഫൻ ഗ്ലാസ് അല്ലെങ്കിൽ
പോളികാർബണേറ്റ് ഷീറ്റ് ഇടുന്ന രീതി. അപ്പോൾ ഈ ഒരു രീതിയാണ് ഇപ്പോൾ അധികം വീടുകളിലും ചെയ്തു വരുന്നത്. അപ്പോൾ ഇതിലേത് തന്നെ രീതിയിൽ നമ്മൾ സ്കൈലൈറ്റ് കൊടുത്താലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വളരെ സേഫായിട്ട് ചെയ്യണം. അതായത് ചുരുങ്ങിയത് ഒരു 13 സെൻറ്റിമീറ്റർ കൂടാത്ത ഗ്യാപ്പ് ആയിരിക്കണം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കേണ്ടത്. നമ്പർ 3, ക്ലേ സ്റ്റോറി വിൻഡോസ്. റൂഫിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ വാളിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന വിൻഡോസിനെയാണ് നമ്മൾ ക്ലേ സ്റ്റോറി വിൻഡോസ് എന്ന് പറയുന്നത്. അതായത് ഈ വിൻഡോസ് എപ്പോഴും നമ്മുടെ ഐ ലൈനിൻ്റെ മുകളിലായിരിക്കും ഉണ്ടാവുക. മിക്കവാറും ക്ലേ സ്റ്റോറി വിൻഡോസ് ഒക്കെ ക്ലോസ്ഡ് ആയിരിക്കും. എന്നാൽ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലും നമുക്ക് ക്ലേ സ്റ്റോറി വിൻഡോസ് നിർമ്മിക്കാം. അതിനെ ഓണിംഗ് വിൻഡോസ് എന്നാണ് പറയാറ്. നമ്പർ 4, സോ ടൂത്ത്. ഡയറക്റ്റ് ഹീറ്റും ലൈറ്റും ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടി യൂണിഫോം നാച്ചുറൽ ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സോ ടൂത്ത് റൂഫ് നമ്മൾ ചെയ്യുക. അപ്പോൾ കൂടുതലും ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങിലാണ് ഇത് യൂസ് ചെയ്ത് വരുന്നത്. ടോപ്പ് ലൈറ്റിങ് ഏതെല്ലാം രീതി കൊടുക്കാമെന്നാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമതായിട്ട് സൈഡ് ലൈറ്റിങ്. വീടിനുള്ളിൽ നാച്ചുറൽ ലൈറ്റിൻ്റെ ഒരു പ്രധാന സോഴ്സാണ് വിൻഡോസ്. അപ്പം വെന്റിലേഷനിൽ വിൻഡോസിൻ്റെ അല്ലെങ്കിൽ ഓപ്പണിങ്സിൻ്റെ റോളിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ പണ്ടത്തെ പോലെ ചെറിയ വിൻഡോസിൻ്റെ കാലം കഴിഞ്ഞെന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ അധികവും നല്ല വീതിയിലും നീളത്തിലും ഒക്കെ വരുന്ന വിൻഡോസാണ് അധികവും കൊടുത്തു വരുന്നത്. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ സ്റ്റേജിൽ തന്നെ എവിടെയെല്ലാം വിൻഡോസ് കൊടുക്കണം എന്ന കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണല്ലേ ആ വീടിൻ്റെ ഉള്ളിലെ വെളിച്ചം. അപ്പോൾ ഒരു വീടിനുള്ളിൽ ആവശ്യത്തിന് വെളിച്ചമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഒരു ആർക്കിടെക്റ്റിൻ്റെ ജോലിയാണ്. നല്ലപോലെ നാച്ചുറൽ ലൈറ്റിംഗ് ഉള്ള വീടുകളുടെ ഇൻറ്റീരിയറിന് ഒരു പ്രത്യേക ഭംഗിയും പോസിറ്റീവ് എനർജിയും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ലൈറ്റിംഗ് നല്ലപോലെ ഇൻറ്റീരിയറിലേക്ക് എത്തുന്നത് വഴി ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കാം, ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കാൻ കഴിയും, ഓവറോൾ ആ സ്പേസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുമല്ലേ. അതുപോലെ തന്നെ നല്ലപോലെ നാച്ചുറൽ ലൈറ്റുള്ള ഉള്ളിലെത്തുകയാണെങ്കിൽ നമുക്ക് ആ റൂം കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെ ഒട്ടേറെ ഗുണങ്ങളുണ്ട് നമ്മൾ നാച്ചുറൽ ലൈറ്റിംഗ് കൊടുക്കുന്നത് വഴി. നമുക്ക് ഇൻറ്റീരിയറിലേക്ക് ഇങ്ങനെ നാച്ചുറൽ ലൈറ്റ് എത്തിക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ ആർക്കിടെക്ട് ജാനി സോണി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം.